എക്സലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ പല ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്യോയിറ്റ് ടേബിൾ. എക്സലിൻ്റെ പല കാര്യങ്ങളും ചെയ്യാനും നമുക്ക് പ്യോയിറ്റ് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ പ്യോയിറ്റ് ടേബിൾ അറിയുന്നത് എന്തുകൊണ്ടും എക്സൽ അറിയുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള പല പ്രോഗ്രാമിലും നമ്മൾ എന്തിനാണ് പ്യോയിറ്റ് ടേബിൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ നമുക്ക് പ്യോയിറ്റ് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം, പ്യോയിറ്റ് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പ്യോയിറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ട് മറ്റൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറിച്ചുള്ള എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, ഡേറ്റ് ഓഫ് സെയിൽ ഉണ്ട്, മന്ത് ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്. ഇതിൽ ഓരോ മന്തിലും എത്ര സെയിൽസ് എമൗണ്ട് വന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്യോയിറ്റ് ടേബിൾ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ ഈ ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ പ്യോയിറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ഇൻസെർട്ടിൽ പോവുക, എന്നിട്ട് ഇവിടെ വന്ന് പ്യോയിറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ന്യൂ വർക്ക് ഷീറ്റിൽ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂ വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റ് ഈ ഷീറ്റിൽ തന്നെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വരേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ന്യൂ വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഓക്കെയിൽ ക്ലിക്ക് ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്ന് എന്ത് ചെയ്യാം, റോ എന്ന ഭാഗത്ത് നമുക്ക് ഈ മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ മന്തും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് എമൗണ്ട് എത്രയാണോ അത് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ എന്ന ഭാഗത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മന്ത് അതേപോലെ തന്നെ സെയിൽസ് എമൗണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി മാസത്തിലും, അതായത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടേബിളിൻ്റെ ഉള്ളിൽ ജനുവരി ഫെബ്രുവരി എന്നുള്ള ഇത്ര ഒരു ഡീറ്റെയിൽ ആയൊരു ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ജനുവരി മാസത്തെയും അതേപോലെ തന്നെ ഫെബ്രുവരി മാസത്തെയും സെയിൽസും അതേപോലെ തന്നെ ആ ഡാറ്റാസിലുള്ള വാല്യൂസ് എത്രയെന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യാം. ഇത് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റ് ഓഫ് സെയിലിൽ തന്നെ നമുക്ക് പല മെത്തേഡുകളുണ്ട്. നമുക്ക് ഡേൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതേപോലെ തന്നെ മന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് സെയിലിൽ തന്നെ ഡേയ്സ്, മന്ത്, അതേപോലെ മന്ത് അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെന്താണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ മന്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഡേയ്സ് ഓഫ് സെയിൽ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡേറ്റിലാണോ സെയിൽ നടന്നുള്ള ലിസ്റ്റ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് സെയിൽസ് എമൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ എന്ന കോളത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും നമുക്കിവിടെ സെയിൽസ് നടന്ന ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് മന്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിൽറ്റർ എന്ന ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ജനുവരി മാസത്തെ സെയിൽ മാത്രമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജനുവരി സെലക്ട് ചെയ്താൽ ആ ജനുവരി മാസത്തെ സെയിൽ മാത്രമായിട്ട് കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ ഫെബ്രുവരിയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫെബ്രുവരി മാസത്തെ സെയിൽ മാത്രമായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിനെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രസൻറ്റേഷൻ ആയിട്ട് തയ്യാറാക്കാനും ഡാറ്റാസുകളൊക്കെ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് പ്യോയിറ്റ് ടേബിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് ബുക്കിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന വീഡിയോൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.